ജുമാ മുബാറക്കിൽ ഇന്ന് പണ്ഡിതനും പ്രഭാഷകനുമായ ജനാബ് ഹബീബ് റഹ്മാൻ കീഴ്ശ്ശേരി സംസാരിക്കുന്നു. ബിസ്മില്ലാഹി വക്കഫ സ്വലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ മുസ്തഫ. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കരുണാവാരിധിയായ പടച്ചതമ്പുരാന്റെ കരുണാകടാക്ഷങ്ങൾ നമ്മിലേവരിലും സദാ വർഷിക്കുമാറാകട്ടെ. സ്വന്തം വിശപ്പിനേക്കാൾ മറ്റൊരാളുടെ വിശപ്പിനെ ഏറ്റവും വലുതായി കണ്ട, സ്വന്തം വേദനയേക്കാൾ മറ്റൊരാളുടെ കണ്ണുനീരിനിൽ വേദനിച്ചവനെ കണ്ട, സ്വന്തം സുഖത്തേക്കാൾ ജനങ്ങളുടെ ക്ഷേമത്തിനായി ജീവിച്ച ഒരു മഹാപ്രവാചകനാണ് മുഹമ്മദ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം ഒരു പ്രവാചകൻ മാത്രമായിരുന്നില്ലല്ലോ, മനുഷ്യരുടെ വേദന മനസ്സിലാക്കിയ മനുഷ്യനായിരുന്നു എന്ന് നമുക്കറിയാമല്ലോ. ഒരു ഭരണാധികാരി മാത്രമായിരുന്നില്ലല്ലോ, ഭരിക്കപ്പെട്ടവരുടെ വിശപ്പറിഞ്ഞ ഭരണാധികാരിയായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അവിടുന്ന് ഒരു നേതാവ് മാത്രമായിരുന്നില്ലല്ലോ, ജനങ്ങളുടെ കൂടെ നടന്ന സേവകനായിരുന്നു എന്നും കൂടി നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം പ്രസംഗിക്കുക മാത്രമായിരുന്നില്ല, ജീവിച്ച് കാണിച്ചു നൽകുകയായിരുന്നു. അതുകൊണ്ടാണ് ഖുർആൻ അദ്ദേഹത്തിനെ പരിചയപ്പെടുത്തുന്നത് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകങ്ങൾക്കാകമാനം കാരുണ്യമായിട്ടല്ലാതെ നിന്നെ ഞാൻ അയച്ചിട്ടില്ല എന്ന് പറയുന്നത്. ഈ വചനത്തിൽ നാം മനസ്സിലാക്കേണ്ടതുണ്ട്, വിശുദ്ധ ഖുർആനിൻ്റെ ആ വചനത്തിൽ കാരുണ്യം മുസ്ലിങ്ങൾക്ക് മാത്രം എന്നതല്ല, മുസ്ലിങ്ങളുടെ ലോകത്തിനെമ്പാടും ഈ പ്രപഞ്ച സംവിധാനത്തിലെ എല്ലാ ജീവജാലങ്ങളോടും ജീവനുള്ള നബിയുടെ കാരുണ്യം, ആ കാരുണ്യത്തിൽ അനാഥനുണ്ടായിരുന്നു. പ്രവാചകന്റെ ആ കാരുണ്യത്തിൽ ദരിദ്രനുണ്ടായിരുന്നു. പ്രവാചകന്റെ കാരുണ്യം ഏറ്റുവാങ്ങാൻ അടിമകളുണ്ടായിരുന്നു, വിധവകളുണ്ടായിരുന്നു, കുട്ടികളുണ്ടായിരുന്നു, രോഗികളുണ്ടായിരുന്നു, അയൽവാസികളുണ്ടായിരുന്നു, മൃഗങ്ങളുണ്ടായിരുന്നു, മറ്റു മതവിഭാഗങ്ങളിൽപ്പെട്ടവരുണ്ടായിരുന്നു. ജീവൻ എവിടെയുണ്ടോ അവിടെയെല്ലാം പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാരുണ്യം വഴിഞ്ഞൊഴുകിയിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഹസ്സാൻ ബിൻ സാബിത്ത് എന്ന് പറയുന്ന ഒരു മഹാകവി പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്നുണ്ട്. വ അഹ്സാനു മിൻക ലം തറ ഖത്തു ഐനി വ അജ്മാലു മിൻക ലം തലിദൻ നിസാഇ ഖുലിഖ്ത മുബർരിഅ മിൻ കുല്ലി ഐബിൻ കഅന്നക ഖദ് ഖുലിഖ്ത കമാ തശാ. നിന്നേക്കാൾ മനോഹരനായി എൻ്റെ കണ്ണുകൾ ഒരിക്കലും മറ്റൊരാളെ കണ്ടിട്ടില്ല, നിന്നേക്കാൾ ഉത്തമനായ ഒരാളെ സ്ത്രീകൾ പ്രസവിച്ചിട്ടില്ല. എല്ലാ ന്യൂനതകളിൽ നിന്നും മുക്തനായിട്ടാണ് നീ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്, നീ ആഗ്രഹിച്ച രൂപത്തിൽ തന്നെ എന്നോണം. നബിയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് ആ മുഖത്ത് മാത്രമായിരുന്നില്ലല്ലോ, ആ ശരീരത്തിൽ മാത്രമായിരുന്നില്ലല്ലോ. നബിയുടെ സൗന്ദര്യം സ്വഭാവത്തിലായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. നബിയുടെ സൗന്ദര്യം വസ്ത്രത്തിലായിരുന്നില്ല, അത് മനുഷ്യരോടുള്ള പെരുമാറ്റ മര്യാദയിലായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അനാഥന്റെ വേദന പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റെടുക്കുകയാണ്. റസൂലുള്ളാഹ് മുഹമ്മദ് നബി ജനിച്ചപ്പോൾ തന്നെ പിതാവ് അബ്ദുള്ള മരണപ്പെട്ടിരുന്നു. അതുകൊണ്ട് അനാഥത്വത്തിൻ്റെ എല്ലാ വേപതുകളും വേദനകളും പ്രവാചകൻ അനുഭവിക്കുന്നുണ്ട്. ചെറുപ്പത്തിൽ മാതാവ് ആമിനയും നഷ്ടപ്പെടുന്നുണ്ട്. അനാഥത്വത്തിൻ്റെ വേദന സ്വന്തം അനുഭവിച്ചതുകൊണ്ട് വിശുദ്ധ ഖുർആൻ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ, അലം യജിദ്ക യതീമൻ ഫആവ, അവൻ നിന്നെ അനാഥനായി കണ്ടെത്തി അഭയം നൽകിയില്ലേ. ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹർ, അതുകൊണ്ട് നീ ഒരിക്കലും അനാഥരെ ആട്ടിയകറ്റരുത്, അവരടിച്ചമർത്തരുത്. അനാഥനായി വളർന്ന ഒരു മനുഷ്യൻ അനാഥരുടെ ആശ്രയമായി മാറുന്ന ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ ഒരു അധ്യായമാണിത്. സ്വന്തം കണ്ണുനീരിൻ്റെ ഭാഷ അറിയുന്നവനാണ് മറ്റൊരാളുടെ കണ്ണുനീർ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നതുപോലെ. അതുകൊണ്ടാണ് പ്രവാചകൻ മുഹമ്മദ് നബി പഠിപ്പിച്ചത് അന വക്കാഫിലിൽ യതീമി ഫിൽ ജന്നത്തി ഹാക്കദ. രണ്ട് വിരലുകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, അനാഥനെ സംരക്ഷിക്കുന്നവനും ഞാനും സ്വർഗത്തിൽ ഒരുപോലെയായിരിക്കും എന്ന്. സ്വർഗത്തിൽ നബിയുടെ സമീപം എത്താൻ വഴി എന്താണെന്ന് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഒരനാഥന്റെ ജീവിതത്തിന്റെ ആശ്രയമാവുക, അവന്റെ പഠനത്തിൽ സഹായകമാവുക, അവന്റെ ശിരസിൽ സ്നേഹത്തോടുകൂടി കൈവക്കുക, അവൻ കരയുമ്പോൾ ആശ്വസിപ്പിക്കാൻ കഴിയുക. ഇത് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പെരുന്നാളിന്റെ ദിനത്തിൽ പുതിയ വസ്ത്രങ്ങളില്ലാതെ കരഞ്ഞു നിന്ന ഒരു അനാഥബാലനെ പ്രവാചകൻ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി സ്വന്തം മകനായി സ്വീകരിക്കുന്ന ഒരു ചരിത്ര സംഭവത്തെ മുമ്പിൽ വെച്ചുകൊണ്ട് പന്മന രാമചന്ദ്രൻ നായർ ഒരു കവിത രചിക്കുന്നുണ്ടല്ലോ മലയാളത്തിൽ. കണ്ണുനീർ തുള്ളികൾ തഴുകിയ കവിളുമായി തിണ്ണയിലിരിക്കും ആ അനാഥബാലനെ തോളിലേറ്റിയെടുത്തു തിരുനബി പുഞ്ചിരിച്ചു, ഞാനുണ്ട് നിനക്ക് ഇനി താങ്ങായി. അനാഥ സങ്കടങ്ങൾ തുടക്കുന്ന കനിവിന്റെ വറ്റാത്ത ഉറവയായിട്ടാണ് പന്മന പ്രവാചകനെ അടയാളപ്പെടുത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അനാഥന്റെ കണ്ണുനീരിൽ മുഖം നോക്കിയവനാണ് പ്രവാചകൻ. അവന്റെ നാളയിൽ വെളിച്ചം കൊളുത്തിയവൻ, സിംഹാസനമില്ലാതെ ഹൃദയങ്ങളെ ഭരിച്ചവൻ മുഹമ്മദ്, മനുഷ്യരിലൊരു സേവകനായവൻ എന്ന് മറ്റൊരു കവിതയിൽ നമുക്ക് കാണാൻ കഴിയും. അതോടൊപ്പം പ്രവാചകൻ വിശക്കുന്നവനെ മറക്കാതിരിക്കുകയാണ്. വിശപ്പനുഭവിക്കുന്ന മനുഷ്യനെയാണ് എല്ലാവരും ഓർത്തിട്ടുള്ളത്. ഒരു മനുഷ്യന്റെ വയറിലെ വിശപ്പ് ഒരുപക്ഷെ നമുക്ക് കാണാൻ കഴിയില്ല, പക്ഷെ അതവന്റെ കണ്ണുകളിൽ കാണാൻ കഴിയും, അവന്റെ മക്കളുടെ മുഖങ്ങളിൽ കാണാൻ കഴിയും, അവന്റെ നിശബ്ദതയിൽ കാണാൻ കഴിയും. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിശപ്പിന്റെ വേദന അറിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ഭക്ഷണം പങ്കിടുന്നതിന് ഏറ്റവും വലിയ പ്രാധാന്യം കൽപ്പിച്ചത് എന്ന് നാം മനസ്സിലാക്കണം. പ്രവാചകൻ പറഞ്ഞു, ഭക്ഷണം നൽകുക, സലാം വ്യാപിപ്പിക്കുക, ബന്ധങ്ങൾ നിലനിർത്തുക. ഒരു നല്ല മുസ്ലിമിന്റെ സാമൂഹിക ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഭക്ഷണം നൽകുന്നതിൽ നിന്നാണ് തുടങ്ങുന്നത് എന്ന് നാം അറിയണം. സ്വന്തം വയറ് നിറച്ചിട്ട് അയൽവാസി വിശക്കുന്നുണ്ടെങ്കിൽ അവന്റെ വിശ്വാസം ഈമാൻ പൂർത്തീകരിക്കപ്പെടുകയില്ല എന്ന് നാം മനസ്സിലാക്കണം. പ്രവാചകൻ പഠിപ്പിക്കുകയാണ്, എന്റെ സമീപത്താരെങ്കിലും വിശക്കുന്നുണ്ടോ എന്ന ചോദ്യം എപ്പോഴും ഒരു വിശ്വാസിയുടെ മനസ്സിൽ ഉയർന്നു നിൽക്കണം എന്നതാണ്. ഒരു വശത്ത് വിഭവസമൃദ്ധമായ ഭക്ഷണപ്പന്തലും മറ്റൊരു വശത്ത് വിശപ്പോടുകൂടി ഒരു കുട്ടി കിടന്നുറങ്ങുകയും ചെയ്യുന്നുവെങ്കിൽ ഒരു സമൂഹത്തിന്റെ മുമ്പിലെ ഏറ്റവും വലിയ ഒരു ചോദ്യമായി നാം മനസ്സിലാക്കണം. റസൂലുള്ള നമ്മോട് ചോദിക്കും, നിന്റെ അയൽവാസിയുടെ വിശപ്പ് നിന്റെ ഉറക്കം കെടുത്തിയിട്ടുണ്ടോ? ജനസേവനം എന്ന് പറയുന്നത് വലിയ സ്ഥാപനങ്ങൾ മാത്രം തുടങ്ങുന്നതിൽ ഒതുങ്ങുന്നതാകരുത്. വിശക്കുന്ന ഒരു കുടുംബത്തിന് ഒരു ഭക്ഷണപ്പൊതി നൽകുന്നത് കൂടിയാണ് ഏറ്റവും വലിയ സേവനം എന്ന് മനസ്സിലാക്കാൻ കഴിയണം. അതോടൊപ്പം ആ പ്രവാചകൻ പഠിപ്പിച്ചു, നിങ്ങൾക്കൊന്നും തരാൻ കഴിയില്ലെങ്കിൽ, ഒന്നും കൊടുക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങളുടെ പുഞ്ചിരി പോലും പുഞ്ചിരിയോടുകൂടി നിന്റെ സഹോദരനെ സമീപിക്കുന്നത് പോലും വലിയ സംഭാവനയാണ്, ഒരു വലിയ സ്വതക്കയാണ് എന്ന് പഠിപ്പിക്കുകയാണ്. എത്രമാത്രം വലിയ ഒരു പുഞ്ചിരി മതി ഒരുപക്ഷെ മനുഷ്യന്റെ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന മനുഷ്യന് അവന്റെ ഹൃദയത്തിൽ വലിയ ഇരുട്ടുകൾക്കിടയിൽ ഒരു ചെറിയ വിളക്കായി മാറാൻ അത് കഴിയും. പുഞ്ചിരിയൊരു പൂവായി മുഖത്ത് വിടർത്തു, പുണ്യത്തിന്റെ വഴിയിൽ ചുവടുകൾ ചേർക്കൂ, കരയുന്ന ഹൃദയത്തിൽ കരുണയായി ചേരൂ, നബിയുടെ പാതയിൽ മനുഷ്യനായി മാറൂ എന്നൊരു കവിതയിൽ നമുക്ക് കാണാൻ കഴിയും. വേറൊരു ഭാഗത്തേക്ക് നാം കണ്ണോടിച്ചാൽ അയൽവാസിയെ സ്വന്തം കുടുംബത്തെ പോലെ പരിഗണിക്കണം എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. അയൽവാസിയുടെ അവകാശത്തിന് അസാധാരണമായ പ്രാധാന്യമാണ് പ്രവാചകൻ നൽകുന്നത്. അയൽവാസി വിശക്കുന്നുണ്ടോ, അവൻ രോഗിയാണോ, അവന്റെ വീട്ടിൽ ദുരിതമുണ്ടോ, അവന് വല്ല സഹായം ആവശ്യമുണ്ടോ, ഇവയൊക്കെ അന്വേഷിക്കുന്ന ഒരു സമൂഹത്തെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിഭാവന ചെയ്യുന്നത്. നാം വലിയ വലിയ കാര്യങ്ങൾ ആലോചിക്കുന്നു. അങ്ങകല ദൂരങ്ങളിലുള്ള കാനഡയിലുള്ള, അമേരിക്കയിലുള്ള, ബ്രിട്ടനിലുള്ള സുഹൃത്തുക്കൾ ഒരുപക്ഷെ നമുക്കുണ്ടാകും. ആ സുഹൃത്തുക്കൾ അല്ല പ്രധാനപ്പെട്ടത് എന്ന് നാം അറിയണം. തൊട്ടടുത്ത സുഹൃത്തിനെ തിരിച്ചറിയാതെ അകലങ്ങളിലെ സുഹൃത്തിനെ കാണുന്ന ലോകത്ത് നിന്ന് നാം ആലോചിക്കണം, ആദ്യം നിന്റെ തൊട്ടടുത്ത വാതിലിൽ നിന്ന് തുടങ്ങട്ടെ. അയൽവാസിയുടെ ദുഃഖം അറിയാത്തവൻ ലോകത്തെ രക്ഷിക്കാൻ പുറപ്പെടുന്നതിന് മുമ്പ് അയൽവാസിയുടെ വാതിലിൽ ഒന്ന് മുട്ടട്ടെ എന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. മാത്രമല്ല പ്രവാചകൻ രോഗിയുടെ കിടക്കരികിൽ എപ്പോഴും ഉണ്ടായിരുന്നു എന്ന് നാം അറിയണം. രോഗികളെ സന്ദർശിക്കുന്നത് പുണ്യമായി പ്രവാചകൻ പഠിപ്പിച്ചു. അവരുടെ അവസ്ഥ അന്വേഷിക്കുന്നത്, അവർക്ക് ആശ്വാസം നൽകുന്നത്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ആ സന്ദേശം സുഖമാണോ എന്ന് ചോദിക്കാൻ നമുക്ക് സമയമില്ലാത്ത ഒരു ലോകത്താണ് നമ്മളുള്ളത്. ആയിരക്കണക്കിന് ഫോൺ നമ്പറുകൾ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ ഒരു രോഗിയുടെ കൈപിടിക്കാൻ നമുക്ക് എത്ര പേർക്ക് കഴിയും, നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നാം മനസ്സിലാക്കണം. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ രോഗം വന്ന മനുഷ്യന്റെ വേദനയിലേക്ക് നടക്കുകയാണ് പ്രവാചകൻ. ദൂരത്ത് നിന്ന് സഹതാപം പറയുന്നതിന് പകരം അവന്റെ അരികിലേക്ക് എത്തുകയാണ് പ്രവാചകൻ. മാത്രമല്ല എല്ലാ മനുഷ്യർക്കും ആദരം നൽകുന്ന ഒരു പ്രവാചകനെ നമുക്ക് കാണാൻ കഴിയും. അപ്പോ ഒരു
സമൂഹം നിലനിൽക്കുന്നത് എപ്പോഴും മിന്നമൽ ഉമമുൽ അഖ്ലാഖുമാ ബഖിയത് ഫൈൻഹും ദഹബത് അഖ്ലാഖുഹും ദുഹിബു. ജനതകൾ നിലനിൽക്കുന്നത് അവരുടെ പെരുമാറ്റ മര്യാദകൾ, സ്വഭാവങ്ങൾ നിലനിൽക്കുമ്പോഴാണ്. അവരുടെ സ്വഭാവങ്ങൾ ഇല്ലാതായാൽ അവർ തന്നെ ഇല്ലാതാകും എന്ന് ഒരു അറബി കവി പാടുന്നുണ്ട്. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളിൽ എല്ലാവരോടും സ്നേഹത്തോടുകൂടി പെരുമാറുന്ന, എല്ലാവരോടും മനുഷ്യരെ പോലെ പെരുമാറുന്ന വലിയ നേതാവായി നിൽക്കുന്നതല്ല നമുക്ക് കാണാൻ കഴിയുന്നത്. ജനങ്ങളോടൊപ്പം സയ്യിദുൽ ഖൗമി ഖാദിമുഹു, ജനനായകൻ ജനസേവകനാണ് എന്ന് പഠിപ്പിക്കുകയാണ്. ആ ജനനായകൻ ജനസേവകനാണ് എന്ന് പഠിപ്പിച്ചുകൊണ്ട് പ്രവാചകൻ വെറുമൊരു ഉത്തരവ് നൽകുന്ന ഭരണാധികാരിയായി, നേതാവായി പ്രവാചകൻ നിന്നില്ല. എല്ലായ്പ്പോഴും ഉത്തരവുകൾ മാത്രം മേലെ നിന്ന് പ്രസരിപ്പിക്കുന്ന ഒരാളായിട്ടല്ല, ഏതൊരു കഠിനാധ്വാനത്തിലും ഏതൊരു പരിശ്രമത്തിലും ജനങ്ങളോടൊപ്പം നേരിട്ടിറങ്ങി പണി ചെയ്ത ഒരു പ്രവാചകനായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഒരു സമൂഹത്തിന്റെ നായകനായിരിക്കുമ്പോഴും എളിമയോടുകൂടി അനുചരന്മാർക്കോടൊപ്പം തോളോട് തോളുരുമ്മി ജോലി ചെയ്ത പ്രവാചകനെ നമുക്ക് കാണാം. കന്ദക്ക് യുദ്ധം ഇസ്ലാമിക ചരിത്രത്തിലെ പ്രധാനമായ ഒരു സംഭവമാണ്. ആ കന്ദക്കിലെ ഏറ്റവും വലിയ കിടങ്ങ് കുഴിക്കുന്ന സമയത്ത്, ആ സമയത്ത് പ്രവാചകൻ മദീനയെ ആക്രമിക്കാൻ വന്ന ശത്രുക്കളെ പ്രതിരോധിക്കുന്നതിനു വേണ്ടി നഗരത്തിന് ചുറ്റും വലിയ കിടങ്ങ് കുഴിക്കാൻ തീരുമാനിച്ചപ്പോൾ പ്രവാചകൻ മാറി നിന്ന് മേൽനോട്ടം വയ്ക്കുകയല്ല ചെയ്തത്, അവർക്ക് ഫോണിലൂടെ നിർദ്ദേശം നൽകുകയല്ല ചെയ്തത്. കടും വിശപ്പും കഠിനമായ തണുപ്പുമുള്ള കാലാവസ്ഥയിൽ അനുചരന്മാർക്കൊപ്പം മണ്ണുകോരി മാറ്റാനും പാറക്കല്ലുകൾ ഉടക്കാനും ആ പ്രവാചകൻ കൂടെയുണ്ടായിരുന്നു എന്ന് നാം അറിയണം. കൂടെയല്ല, മുന്നിലുണ്ടായിരുന്നു എന്ന് നാം അറിയണം. വിശപ്പ് സഹിക്കാനാകാതെ വയറിൽ കല്ല് വെച്ച് കെട്ടി ജനങ്ങളോടൊപ്പം അവിടുന്ന് മണ്ണ് കുഴിക്കുകയാണ്. പ്രവാചകന്റെ ശരീരത്തിൽ മണ്ണ് പുരണ്ടത് കണ്ട് അനുചരന്മാർ ആവേശത്തോടുകൂടി ആ ജോലിയിൽ പങ്കാളികളാകുന്നു. മാത്രമല്ല, പ്രവാചകന്റെ ആദ്യത്തെ പള്ളിയായ മസ്ജിദ് നബവിയുടെ നിർമ്മാണത്തിൽ മദീനയിൽ എത്തിയ ഉടനെ ചരിത്രപ്രസിദ്ധമായ ആ പള്ളി നിർമ്മിക്കുന്ന ഘട്ടത്തിൽ സമാനതകളില്ലാത്ത ഉദാഹരണമാണ് പ്രവാചകൻ കാണിച്ച മാതൃക എന്ന് പറയുന്നത്. വലിയ കല്ലുകളും ഈന്തപ്പന തടികളും ചുമലിലേറ്റിക്കൊണ്ട് പ്രവാചകൻ തൊഴിലാളികളെപ്പോലെ നടന്നു പോകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. ആ പ്രവാചകൻ ഭാരിച്ച കല്ലുകൾ ചുമക്കുന്നത് കണ്ടിട്ട് അനുചരന്മാർ പറഞ്ഞു, അങ്ങ് മാറി നിൽക്കൂ, ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞപ്പോൾ, നിങ്ങളെപ്പോലെ അള്ളാഹുവിൻ്റെ പ്രീതിയും പ്രതിഫലവും ആഗ്രഹിക്കുന്ന ആളാണ് ഞാനും എന്നായിരുന്നു ആ പ്രവാചകന്റെ മറുപടി. ഒരു യാത്ര പോകുന്ന സമയത്ത് അനുചരന്മാരോടൊപ്പം സഹപ്രവർത്തകരോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ പ്രവാചകൻ ഭക്ഷണം പാകം ചെയ്യുന്നു. കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, ഞാൻ ആടിനറുക്കാം. മറ്റൊരാൾ പറഞ്ഞു, ഞാൻ അവൻ്റെ തോലുരിക്കാം. മൂന്നാമത്തെ ഒരാൾ പറഞ്ഞു, ഞാൻ അത് പാകം ചെയ്യാൻ. ഉടനെ പ്രവാചകൻ പറഞ്ഞു, എന്നാൽ അതിനു വേണ്ട വിറക് ഞാൻ കാട്ടിൽ പോയി ശേഖരിക്കാം. അനുചരന്മാർ പ്രവാചകൻ അതിൽ നിന്ന് തടയാൻ ശ്രമിച്ചെങ്കിലും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായി മാറി നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സമത്വം പാലിക്കുന്നവനെയാണ് അള്ളാഹുവിന് ഇഷ്ടം എന്ന് പറയുകയാണ് പ്രവാചകൻ. കഅബയുടെ പുനർനിർമ്മാണ ഘട്ടത്തിൽ, പ്രവാചകത്വത്തിനു മുമ്പ് കഅബ പുനർനിർമ്മിക്കുന്ന ഘട്ടത്തിലും യുവാക്കളോടൊപ്പം പാറക്കല്ലുകൾ ചുമന്ന് എത്തിച്ചു കൊടുക്കുന്നതിൽ സജീവമായിരുന്നു പ്രവാചകൻ എന്ന് നമുക്ക് കാണാൻ കഴിയും. ജനങ്ങളുടെ കൂട്ടത്തിൽ ഒന്നിച്ചു നിൽക്കുന്ന പ്രവാചകൻ എന്ന് നാം മനസ്സിലാക്കണം. സൈന്യത്തിൽ ഒട്ടകത്തിന്റെ എണ്ണം അത്യുഷ്ണമുള്ള കാലത്ത് മദീനയിൽ നിന്ന് തബൂക്കിലേക്ക് ഏതാണ്ട് 500-ലധികം കിലോമീറ്റർ ദൂരം കാൽനടയായും ഒട്ടകപ്പുറത്തുമായി പ്രവാചകനും അനുചരന്മാരും യാത്ര തിരിച്ച ഒരു സംഭവം ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. സൈന്യത്തിൽ ഒട്ടകങ്ങളുടെ എണ്ണം വളരെ കുറവായിരുന്നു. നേതാവെന്ന നിലയിൽ യാത്രയിലുടനീളം ഒട്ടപ്പുറത്ത് സഞ്ചരിക്കാൻ അവിടുന്ന് അവകാശമുണ്ടായിരുന്നു. എന്നാൽ ഒരൊട്ടകത്തിൽ പ്രവാചകനും അബൂലുബാബയും അലി റളിയല്ലാഹുവിനും എന്നിവരും 3 പേരും ഊഴമിട്ട് മാറി മാറി സഞ്ചരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രവാചകന്റെ ഊഴം കാൽനടയായി മാറുകയും അനുചരന്മാർ ഒട്ടകപ്പുറത്ത് കയറുകയും ചെയ്തപ്പോൾ അവർ പറഞ്ഞു, പ്രവാചകരെ, അങ്ങ് നടക്കേണ്ട, അങ്ങേക്ക് പകരം ഞങ്ങൾ നടക്കാം. എന്നാൽ പ്രവാചകന്റെ മറുപടി ഇപ്രകാരമായിരുന്നു, നിങ്ങളെക്കാൾ കാൽനടയായി നടക്കാൻ ശേഷിയുള്ളവനാണ് ഞാൻ. മാത്രമല്ല, നിങ്ങളെപ്പോലെ പ്രതിഫലം എനിക്കും ആവശ്യമുണ്ട് എന്ന്. മറ്റൊരു സന്ദർഭത്തിൽ ഹുദൈബിയ യാത്രയിൽ തന്നെ ഒരു ഘട്ടത്തിൽ സൈന്യത്തിന് കുടിക്കാൻ വെള്ളം തികയാതെ വന്നപ്പോൾ പ്രവാചകന് ലഭ്യമായ
തുല്യമായ ചെറിയ തോതിലുള്ള വെള്ളം ഉപയോഗിച്ച് അദ്ദേഹം സ്വയം കുടിക്കുകയല്ല ചെയ്യുന്നത്. അനുയായികൾ ദാഹിച്ചു വലഞ്ഞപ്പോൾ അവിടുന്ന് പാത്രത്തിൽ നിന്ന് വെള്ളമെടുത്ത് അനുചരന്മാർക്ക് ഓരോരുത്തർക്കായി കോരി നൽകുന്നു. പ്രവാചകൻ വെള്ളം നൽകുന്ന ഒരു സേവകനായി മാറിയപ്പോൾ എല്ലാവരും വയറു നിറച്ച് കുടിച്ച ശേഷമാണ് അവിടുന്ന് കുടിക്കുന്നത്. ജനങ്ങളുടെ നേതാവെന്നാൽ അവരുടെ സേവകനാണ്. സയ്യിദുൽ ഖൗമി ഖാദിമുഹു എന്ന വലിയ ഒരു ഉത്തരം നമുക്കിവിടെ കാണാൻ കഴിയും എന്ന് നാം മനസ്സിലാക്കണം. മദീനയിലെ അഴുക്കുചാല് വൃത്തിയാക്കുന്ന, മദീനയിൽ വലിയ മഴ പെയ്ത് വെള്ളക്കെട്ടും അഴുക്കും നിറഞ്ഞ സന്ദർഭത്തിൽ പ്രവാചകൻ വീട്ടിലിരിക്കുകയോ മറ്റുള്ളവരോട് പണി ചെയ്യാൻ കൽപ്പിക്കുകയോ ചെയ്തില്ല. അനുചരന്മാർക്കൊപ്പം പാരയും കൈക്കോട്ടുമെടുത്ത് അവിടുന്ന് അഴുക്കുകൾ കോരി മാറ്റാനും വഴി തടസ്സമില്ലാതെ ശുദ്ധീകരിക്കാനും മുന്നിൽ നിൽക്കുന്നു. നഗര ശുചീകരണത്തിൽ സ്വന്തം കൈകൾ കൊണ്ട് അഴുക്കെടുക്കാൻ മടിക്കാത്ത ഒരു ഭരണാധികാരിയെയാണ് അന്ന് മദീന കണ്ടത് എന്ന് നാം മനസ്സിലാക്കണം. അങ്ങനെ എത്രയെത്ര ചരിത്ര സംഭവങ്ങളാണ്. ബദറിൽ വിറക് ശേഖരിക്കുന്ന, പാചകം ചെയ്യുന്ന പ്രവാചകൻ. അങ്ങനെ അധികാരം കൈകളിലുണ്ടാകുമ്പോഴും ജനങ്ങളോടൊപ്പം നിന്ന് ജനസേവനത്തിന്റെ പുതിയ മാതൃകകൾ പണിത ചരിത്രത്തിലെ തുല്യതയില്ലാത്ത വ്യക്തിത്വമാണ് പ്രവാചകൻ മുഹമ്മദ് നബി എന്ന് നാം മനസ്സിലാക്കണം. ആ പ്രവാചകന്റെ അനുയായികളുടെ പൗരോഹിത്യം പലപ്പോഴും ആ പ്രവാചകന്റെ മാതൃകയിൽ നിന്ന് ബഹുദൂരം അകന്നുകൊണ്ടാണ് സഞ്ചരിക്കുന്നത് എന്ന് നമുക്ക് പലപ്പോഴും കാണാൻ കഴിയും. വലിയ വാഹനങ്ങൾ സഞ്ചരിക്കുന്ന, അകമ്പടി മാത്രം ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നവരിൽ നിന്ന് ജനങ്ങളോടൊപ്പം ഇരുന്ന് സാധാരണക്കാരോടൊപ്പം ഭക്ഷണം കഴിച്ച് ഒപ്പമിരുന്ന് വർത്തമാനം പറയുന്ന ആ പുണ്യപ്രവാചകന്റെ ജനസേവനത്തിന്റെ മാതൃകകൾ കുറച്ചെങ്കിലും ജീവിതത്തിൽ നമുക്കൊക്കെ പകർത്താൻ കഴിയുമെങ്കിൽ നാം വലിയ ഉത്തരവാദിത്ത ബോധമുള്ളവരായി മാറും. പടച്ച തമ്പുരാൻ അങ്ങനെ ചെയ്യുന്ന നല്ലവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.